ഹലോ, നമ്മളിന്ന് നേരെ പോകുന്നത് വീടിൻ്റെ അടുത്തുള്ളൊരു ചന്തയിലേക്കാണ്. ചെന്നപാടെ തന്നെ അമ്മ അവിടെ നിന്നൊരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു പിടി പയർ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം അവരവരുടെ വീടുകളിലും വയലുകളിലൊക്കെ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതാണ്. കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ ചക്കയും പയർ പപ്പായ എല്ലാം ഇട്ട് വെച്ചിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ പോയത് മീനിൻ്റെ സെക്ഷനിലോട്ടാണ്. അപ്പോൾ നമ്മൾ ചെന്ന ഈ അങ്കിളിൻ്റെ കയ്യിൽ കൊഴിയാളയും ചൂരയും പിന്നെ കരിമീൻ പോലത്തെ ഒരു മീനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചൂരയാണ് കേട്ടോ വാങ്ങിയത്. നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഈ മീനിന് ഈ പേര് തന്നെയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കൊള്ളത്തില്ല, കുഞ്ഞു വാള. കൊഞ്ച് ഇതൊരുപാട് വലിയ ചന്തയൊന്നും അല്ല, ഒരു കുഞ്ഞു ചന്തയാണ്. എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. കുറച്ച് നേരമേ കാണത്തുള്ളൂ, രാവിലെ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ മീനിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മൾ ആദ്യം വാങ്ങിച്ച അങ്കിളിൻ്റെ അടുത്ത് തന്നെ എത്തി കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊഴിയാള കൂടി വാങ്ങാമെന്ന് കരുതിയാണ് കേട്ടോ വന്നത്. അങ്ങനെ കൊഴിയാളയും വാങ്ങിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു ആൻറ്റി കിഴങ്ങും കൊണ്ടിരിപ്പുണ്ടായിരുന്നു, അതായത് മരിച്ചീനി. അപ്പോൾ ഈ 1 കിലോയ്ക്ക് 50 രൂപയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അത് വാങ്ങി. എനിക്കിവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ലാഭമായിട്ടാണ് കേട്ടോ തോന്നിയത്. പിന്നെ നമുക്ക് നല്ല നാടൻ സാധനങ്ങളും കിട്ടും. എല്ലാം വീടുകളിൽ നിന്ന് കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന മലക്കറിയൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കിഴങ്ങും ഇതൊക്കെ വാങ്ങി ഒന്ന് സെറ്റ് ചെയ്യും, അടുക്കി വയ്ക്കുവാണ് സാധനങ്ങളെല്ലാം. എന്നിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ 2 പേര് മാങ്ങയും കൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് കർപ്പൂരം മാങ്ങയാണ്, നല്ല മാങ്ങയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് 2 വിളയാത്ത മാങ്ങ ഉണ്ടായിരുന്നു, പരുവാവാതെ. അങ്ങനെ അമ്മ അതൊക്കെ മാറ്റി വാങ്ങുവാണ്. അപ്പം അതും 1.5 കിലോ എന്തോ 50 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഈ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് കടുവാപ്പള്ളിയിലാണ്. ആറ്റിങ്ങിൽ നിന്ന് വർക്കലയിലോട്ട് പോകുന്ന വഴിക്കുള്ള സ്റ്റോപ്പാണ് കടുവാപ്പള്ളി. അപ്പോൾ അവിടെ ഒരു മാരുതി സുസുക്കി പോപ്പുലറിൻ്റെ സർവീസ് സെൻ്ററുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ചന്ത വരുന്നത്. അപ്പോൾ കടുവാപ്പള്ളി ജംഗ്ഷൻ എത്തേണ്ട അതിന് തൊട്ട് മുമ്പായിട്ടാണ്. അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങി തിരിച്ച് പോകാൻ നേരം നമ്മൾ ആദ്യം പയർ വാങ്ങിയില്ലേ, ആ ചേച്ചിയുടെ കയ്യിൽ കോവയ്ക്ക ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ അതും കൂടി വാങ്ങാമെന്ന് കരുതി. അങ്ങനെ അമ്മ വീണ്ടും കോവയ്ക്ക വാങ്ങാൻ പോയി. പിന്നെ അടുത്ത് നിന്ന് അമ്മാമ്മ തൈരും കൊണ്ട് നിൽക്കും. അപ്പോൾ ആ തൈരൊക്കെ വേണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ചേച്ചിയുടെ കയ്യിൽ 30 രൂപയുടെ കോവയ്ക്ക ഉണ്ടായിരുന്നു. അങ്ങനെ അത് മുഴുവൻ എടുത്തു. നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടനാണ് സാധനമൊക്കെ എടുത്തിട്ട് പോകുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ ബൈ, സി.